ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. അപ്പം നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളും വെള്ളവും കൂടെ 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ കളർ പേപ്പറില്ലേ, അപ്പോൾ ആ ഒരു പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നൈസായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ടിലിപ്പം ഒരു കോട്ട് ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ തന്നെയാണ്. അപ്പം നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്നിങ്ങനെ നീളത്തിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സിസേഴ്സ് യൂസ് ചെയ്യണ ആവശ്യമില്ല കേട്ടോ, കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ഒരു 4-5 പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ചൊരു ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാൻ കുറച്ചധികം ഇങ്ങനെ റോൾ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ഒക്കെ ത്രെഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജൂട്ട് ത്രെഡൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇതൊരു ഈ ഒരു ബോട്ടിലേക്കൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫെവിക്കോളിൻ്റെ ആ ഒരു ടിന്നിന്ന് ആ ഒരു മൂടി തുറക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രേയിലേക്ക് ആക്കിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ബോട്ടിലേക്ക് ഇങ്ങനെ ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ വളഞ്ഞിട്ടൊക്കെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമ്മളൊരു സ്റ്റമ്മിൻ്റെ ഒരു രീതിയിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് സീഡ്സാണ്, കൈപ്പക്കയുടെ സീഡ്സാണ് കേട്ടോ, ബിറ്റർ ഗേർഡിൻ്റെ സീഡ്സാണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെയും 1-2 ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബാക്കി വന്നിട്ടുള്ള സീഡ്സാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സ്റ്റെമ്മില്ലേ, അപ്പോൾ ആ ഒരു സ്റ്റെമ്മിൻ്റെ മേലെ ഒരു 5-6 ആയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു ഫ്ലവർ പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കൈപ്പക്കയുടെ ആ ഒരു സീഡ് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ, നല്ല പ്രത്യേക ഒരു ടെക്സ്ചറൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ. അത്ര പെട്ടെന്നൊന്നും ചീത്തയായി പോകുന്ന ഒരു ടൈപ്പ് സീഡ്സും അല്ല. അപ്പോൾ നമ്മളത് നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് എത്ര പെറ്റൽസ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ സീഡ്സ് വെച്ചിട്ട് കുറച്ചധികം തന്നെ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു 5 പെറ്റലും 3 പെറ്റലൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്ലവറിൻ്റെ നടുക്കൊന്നിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ പഴയ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കളറൊക്കെ പോയിട്ടുള്ള കുറച്ച് ബീഡ്സാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബീഡ്സായിട്ട് ഇങ്ങനെ കുറേ എണ്ണം വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോ ബീഡ്സായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ ഫെവി ബോണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എക്കാർട്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ എക്കാർട്ടൻസിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ തിന്നായിട്ട് കുറച്ച് ലേസ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്, അപ്പോൾ സ്റ്റെമ്മും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചൊരു ലേസിനായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് എവിടെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ താഴെ ഭാഗത്തായിട്ട് പിന്നെ ഇടയ്ക്ക് ആ ഒരു സ്റ്റെമ്മിൻ്റെ ഇടയ്ക്കായിട്ടൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ എക്കാർട്ടൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കട്ടി കുറഞ്ഞിട്ടുള്ള കാർഡ്ബോർഡോ അല്ലെങ്കിൽ ബുക്കിൻ്റെ ബാക്ക് കവറൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ലീവ്സിൻ്റെ ഷേപ്പിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിവിടെ കുറച്ച് ലീവ്സൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ താഴെ ഭാഗത്തും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റെമ്മിൻ്റെ ഇടയ്ക്കായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റിലെ പ്രഷ്യൻ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു കളറ്. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പം ഇങ്ങനെ കുറേ സ്റ്റിക്ക് ചെയ്താകുമ്പോൾ അത്രക്കൊരു സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്പോഞ്ച് ആകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ലീഫിലേക്ക് സ്റ്റെമ്മിലേക്കും പിന്നെ നമ്മൾ ആ സീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിലേക്കും എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പിലൊന്നും പെയിൻറ്റ് ആവില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഞാൻ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പെയിൻറ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ലീവ്സും ഇതൊക്കെ ഒന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുക്കണം, ആ ഒരു ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം പേൾ ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ലീവ്സിനൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ അതുപോലെ പേൾ കളറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാധാരണയുള്ള ഒരു ഡാർക്ക് ഗ്രീനോ അല്ലെങ്കിൽ സാബ് ഗ്രീനൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് വെച്ചിട്ടും പെയിൻറ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ആൻറ്റിക് ലുക്ക് കിട്ടാനായിട്ട് ചെറിയൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്.
ഈ ഒരു ഗ്രീൻ കളർ കൊടുക്കുമ്പം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ബ്ലൂയിലേക്ക് ഇങ്ങനെ ആ ഒരു ഗ്രീനും കൂടെ ആകുമ്പം നല്ല രസമുണ്ട്. ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പേൾ റെഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ അത് അത്രക്കൊരു അട്രാക്ഷൻ കിട്ടുന്നില്ല ആ ഒരു കളറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫ്ലവറിന് അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പേൾ കളർ അല്ലാത്ത ആ ഒരു റെഡ് ആക്രിലിക് പെയിൻറ്റ്, ക്രിംസൺ റെഡില്ല, ആ ഒരു കളർ വെച്ചിട്ട് തന്നെ ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഒരു ബ്ലൂയിലേക്ക് ആ റെഡ് കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനും ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് നല്ലൊരു ആൻറ്റിക് ലുക്ക് വരുത്താനായിട്ട് ഞാനിവിടെ മെറ്റാലിക് ഗോൾഡ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കുഞ്ഞ് ടിന്നിന് 25 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ലാഭമാണ്. അപ്പോൾ ഇത് നല്ല ലാഭമാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ സിൽവറിൻ്റെതുണ്ട് ഇങ്ങനത്തെ ഒരു 1/2 ലിറ്ററിൻ്റെ ടിന്ന്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ആ ഒരു പെയിൻറ്റ് ഒന്ന് ഇങ്ങനെ ആ ഒരു ലീവ്സിലേക്കൊക്കെ ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ കളറും പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു മെറ്റാലിക് കളറും കൂടെ വരുമ്പം നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ബോട്ടിലിൻ്റെ ആ ഒരു ഭാഗത്ത് പിന്നെ ഫ്ലവേഴ്സിലേക്കും ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ ഒരു ബോട്ടിൽ. കാരണം ബ്ലൂ കളറും ഗ്രീനും റെഡും ഗോൾഡും എല്ലാം കൂടെ നല്ലൊരു മിക്സ്ഡ് മീഡിയയുടെ നല്ലൊരു കളറായിട്ട് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ആ ഒരു ആൻറ്റിക് ബോട്ടിൽസൊക്കെ ചെയ്യുന്നത് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഗോൾഡൻ കളർ മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് തോന്നുന്നു. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലവേഴ്സിന് റെഡ് കളർ മാത്രം പെയിൻറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗത്ത് ആ ഒരു ബീഡ്സിനൊക്കെ ചെറുതായിട്ട് ആ ഒരു ഗോൾഡ് ഒന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുക്കാനായിട്ട് ഗോൾഡ് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് നല്ല അടിപൊളിയിട്ടൊരു ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന സീഡ്സ് വേണമെന്നൊന്നുമില്ല, നമുക്ക് നമ്മളെ കയ്യിലുള്ള ഏത് സീഡ്സ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ചിട്ടുള്ള ഒരു ആൻറ്റിക് ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.